നമസ്കാരം. ലോക്സഭയുടെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷ പ്രതിഷേധം കൊണ്ട് മുഖരിതമായപ്പോൾ പ്രതിജ്ഞാപീഠത്തിലേക്ക് കയറുന്നതിന് മുൻപ് കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയ കേരളത്തിൽ നിന്നുള്ള ഏക BJP അംഗവും ടൂറിസം പെട്രോളിയം സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയും ശ്രദ്ധ പിടിച്ചുപറ്റി. തങ്ങൾക്കിടയിലെ ഐക്യം വിളംബരം ചെയ്ത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ MP മാർ ഒരുമിച്ചാണ് പാർലമെന്റിൽ എത്തിയത്. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് പാർലമെന്റ് വളപ്പിൽ ഒത്തുചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധം നടത്തി. നേരത്തെ ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും പ്രതിമ സ്ഥാപിച്ചത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ ഈ പ്രതിമകളെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് പ്രാധാന്യമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് പ്രതിപക്ഷം ആദ്യ ദിവസം തന്നെ പ്രതിഷേധിക്കാൻ കാരണം. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ചാണ് സഭയിലെത്തിയത്. ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ, നിയമനത്തിനുള്ള സർക്കാർ തീരുമാനം തുടങ്ങി നിരവധി മേഖലകളിൽ NDA സർക്കാരിനെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയ അതേ സമയത്ത് ലോക്സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിച്ചിരുന്നു. 7 തവണ BJP MP ആയ ഭർതൃഹരി മഹ്താബിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രോടേം സ്പീക്കറായി തെരഞ്ഞെടുത്ത ഭർതൃഹരി മഹ്താബിന് മുന്നിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിനോട് പ്രതിപക്ഷം സഹകരിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭയ്ക്കുള്ളിൽ കോൺഗ്രസ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. നരേന്ദ്രമോദിക്ക് പുതുതായി ഒന്നും വാഗ്ദാനം ചെയ്യാനില്ലെന്നും 18ാം ലോക്സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള തന്റെ പരാമർശങ്ങളിൽ പതിവ് പോലെ വിഷയങ്ങളെ വഴിതിരിച്ചു വിടുകയാണ് അദ്ദേഹം ചെയ്തത് എന്നും ജയറാം രമേശ് പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്കിടെ സ്റ്റാറായത് സുരേഷ് ഗോപിയാണ്. പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പീഠത്തിലേക്ക് കയറും മുമ്പ് നാമം ജപിച്ചാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ചൊല്ലിക്കൊണ്ടാണ് പീഠത്തിനരികിലേക്ക് അദ്ദേഹം എത്തിയത്. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നോക്കി തൊഴുതാണ് അദ്ദേഹം സീറ്റിലേക്ക് മടങ്ങിയത്. BJPയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാ അംഗമാണ് സുരേഷ് ഗോപി. 3ാം മോദി സർക്കാരിലെ ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. എന്തായാലും സംഭവ ബഹുലമായി തുടങ്ങിയ 18ാം ലോക്സഭ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. അതിന് പ്രതിരോധിക്കാൻ കൂട്ടുകക്ഷി ഗവൺമെന്റിന്റെ തലവൻ എന്ന നിലയിൽ പരിചയക്കുറവുള്ള നരേന്ദ്രമോദി എത്രമാത്രം പണിപ്പെടേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണാം.